നീ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായി പോകില്ല. കർത്താവിൽ നിന്റെ പ്രയത്നം വ്യർത്ഥമാകുകയില്ല. നീ ദൈവത്തിൽ വിശ്വസിച്ചതിനാൽ നീ ലജ്ജിതനാകുകയില്ല. നീ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനാൽ നീ തള്ളപ്പെടുകയില്ല. ആ വാഗ്ദത്തമാണ് ദൈവം ഈ പ്രഭാതത്തിൽ നമുക്കായി വച്ചിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം. എസെക്കിയേൽ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. അത് ഇങ്ങനെ വായിക്കുന്നു: ഞാൻ അതിൽ ചെയ്തിരിക്കുന്നതൊക്കെയും വെറുതെയല്ല ചെയ്തതെന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യർക്ക് പലർക്കും യെരൂശലേമിൽ അന്നത്തെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ എസെക്കിയേൽ പ്രവാചകന്റെ കാലത്ത് മനുഷ്യരുടെ ഇടയിൽ ഒരു ക്ഷീണം സംഭവിച്ചിരുന്ന ഒരു കാലഘട്ടം. അവർ അധ്വാനിച്ചത് വെറുതെ ആയിപ്പോയോ? അവർ വിശ്വസിച്ചതിനാൽ അവർക്കെല്ലാം നഷ്ടമായി പോയോ? ദൈവത്തിൽ ആശ്രയിച്ചതിനാൽ അവർ തള്ളപ്പെട്ടു പോയോ? ഒരു പ്രയോജനവും അവരുടെ വിശ്വാസം കൊണ്ട് ഇല്ലാതായി പോയോ എന്ന് അവർക്ക് സംശയം ഉണർത്തിയതായ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എസെക്കിയേൽ പ്രവാചകനിൽ കൂടെ അവരോട് അരുളി ചെയ്യുവാൻ വേണ്ടി കൊടുത്തതായ, ദൈവം ഒരുക്കിയതായ ഒരു വലിയ ഒരു സന്ദർഭം, ഒരു വഴിത്തിരിവ്. അവരുടെ മുൻപിൽ വാളിനും മഹാമാരിക്കും അനർത്ഥങ്ങൾക്കും യുദ്ധത്തിനും തെറ്റി ഒഴിഞ്ഞ ഒരു രക്ഷിത ഗണത്തെ ആ ജനത്തിന്റെ മധ്യത്തിൽ കാണിച്ചു. അവരോട് പറഞ്ഞു, നോക്കൂ, നിങ്ങളുടെ മധ്യത്തിൽ മഹാമാരിയും അനർത്ഥവും ക്ഷാമവും ഭൂകമ്പവും വലിയ വലിയ സംഭവങ്ങൾ നടക്കുമ്പോഴും ഞാൻ എൻ്റെ കരത്തിൽ വഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഉണ്ട്. അവർ ഒരു രക്ഷിത ഗണമായി, അവർ പുത്രന്മാരായി പുറപ്പെട്ടു പോകുവാനുള്ളതായ ഒരു കൂട്ടമായി ഞാൻ അവരെ ഇതാ സംഘടിപ്പിച്ചിരിക്കുന്നു. അവരെ ദൈവം പിറുപിറുക്കുന്നതായ ജനത്തിന്റെ മുൻപിൽ കൊണ്ടുവന്നു. അവരോട് കാണിച്ചിട്ട് പറയുകയാണ്, നോക്കൂ, അവരുടെ പ്രവൃത്തിയും അവരുടെ സന്തോഷവും ഒക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ആശ്വാസമാകും. 23-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ ഇങ്ങനെ കാണുന്നു: നിങ്ങൾ അവരുടെ നടപ്പും പ്രവൃത്തികളും കാണുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസമായിട്ട് വരും. കാരണം ഇപ്പോൾ നിനക്ക് ആശ്വാസമില്ല, നിന്റെ ഹൃദയം ക്ഷീണിച്ചിരിക്കുകയാണ്. ദൈവം എന്റെ പ്രവൃത്തിയെ കാര്യമായി ഗണിക്കുന്നില്ലേ? ഞാൻ ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ടും ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ടും എനിക്ക് ഒരു പ്രയോജനവുമില്ലേ? എന്റെ അപേക്ഷകളെല്ലാം തിരസ്കരിക്കപ്പെട്ടു പോകുകയാണ്. ഞാൻ ജീവനുള്ള ദൈവത്തെ അല്ലേ ഞാൻ ആരാധിക്കുന്നതെന്ന് നിന്റെ മനസ്സിൽ പലപ്പോഴും ചോദ്യം ഉയർത്തുന്നതായ ഒരു സമയത്ത് ദൈവം നിന്നോട് അരുളി ചെയ്യുകയാണ്, നിന്റെ ഇടയിൽ, നിന്റെ മധ്യത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തി വെറുതെയായി പോകില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ജനങ്ങൾക്ക് ഒരു പ്രത്യാശയുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ജനങ്ങളിൽ ഒരു രക്ഷിതഗണമുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ജനങ്ങളിൽ ഒരു ശേഷിപ്പുണ്ട്. അവരുടെ സാക്ഷ്യത്തെ അവർ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം അവരെ കേൾപ്പിക്കുമാറാക്കുമ്പോൾ, അപ്പോഴാണ് നമുക്ക് ആശ്വാസം ഉണ്ടാകുന്നത്. നോക്കൂ, എബ്രായ സഭയോട് അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന വാചകം: സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട്, പൗലോസിനെയും കൂടെ ചേർത്തും കൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്നല്ല പൗലോസ് പറയുന്നത്, നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം രക്ഷിച്ചതായ ഒരു രക്ഷിത ഗണത്തെ വാളിനും മഹാമാരിക്കും അനർത്ഥങ്ങൾക്കും യുദ്ധങ്ങൾക്കും ക്ഷാമങ്ങൾക്കും ഒഴിഞ്ഞു പോകുന്നതായ, അതിന്റെ എല്ലാം മധ്യത്തിൽ ദൈവം സൂക്ഷിക്കുന്നതായ ഒരു കൂട്ടം രക്ഷിത ഗണത്തെ, ഒരു ശേഷിപ്പിനെ, ഒരു പുത്രന്മാരെ ദൈവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തിൽ പിറുപിറുക്കുന്നവരോട്, വിഷമിച്ചിരിക്കുന്നവരോട്, അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കുന്നവരോട് ദൈവം പറയുകയാണ് പ്രവാചകനിൽ കൂടെ, നിന്റെ ഇടയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വ്യർത്ഥമായി പോകുകയില്ല. സ്തോത്രം. അത് വ്യർത്ഥമായി പോകുന്നത് വെറുതെ അല്ല. ദൈവം നിന്റെ ഇടയിൽ നിന്നെ വിളിച്ചു കൊണ്ടുവന്നത്, അനേകരുടെ മധ്യത്തിൽ നിന്ന് ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചു കൊണ്ടുവന്നു. നിന്റെ കുടുംബത്തിൽ നിന്നെ വിളിക്കുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നിന്റെ ചാർച്ചക്കാരുടെ ഇടയിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നിന്റെ കൂട്ടുകാരുടെ ഇടയിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അതിനെയൊക്കെ അതിജീവിക്കുവാൻ ഒരു കാലത്ത് ദൈവം നിനക്ക് ബലം നൽകി. നിന്നെ നിന്ദിക്കുന്നവരുടെ ഇടയിൽ ധൈര്യമായിരിക്കാൻ നിനക്ക് ബലം നൽകി. നിന്നെ അപമാനിക്കുന്നവരുടെ ഇടയിൽ ധൈര്യമായിരിക്കാൻ ദൈവം നിന്നെ ശക്തനാക്കിയില്ലേ? ഇപ്പോൾ നിന്റെ ഹൃദയം നീ പിറുപിറുക്കുന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ക്ഷീണിക്കുന്നുണ്ടെങ്കിൽ, തകർന്നിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ, കർത്താവ് ഈ പ്രഭാതത്തിൽ നിന്നോട് പറയുകയാണ്, നിന്റെ മധ്യത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തി വെറുതെയായി പോകില്ല. നിന്റെ ഇടയിൽ ഒരു രക്ഷിത ഗണമുണ്ടാകും എന്ന് പറഞ്ഞാൽ നിന്റെ തലമുറകളിൽ ഒരു രക്ഷിത ഗണമുണ്ടാകും, നിന്റെ സമൂഹത്തിൽ ഒരു രക്ഷിത ഗണമുണ്ടാകും. ദൈവം എല്ലാവരെയും മുടിച്ചു കളയുകയില്ല. അനർത്ഥങ്ങൾ വരുമ്പോൾ, അനേക യുദ്ധങ്ങളും ക്ഷാമങ്ങളും പ്രശ്നങ്ങളും നിന്റെ ജീവിതത്തിൽ, നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, വിശ്വാസ ജീവിതത്തിൽ, ഭൗമിക ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ അവിടെയൊക്കെയും നിലനിൽക്കുവാനുള്ളതായ ഒരു രക്ഷിത ഗണത്തിന്റെ പ്രത്യാശ ദൈവം നിനക്ക് ഓതി തരും. ആ ദൈവം തരുന്നതായ വചനം നിന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കും, അത്ഭുതങ്ങളെ പ്രവർത്തിക്കും, അത്ഭുതങ്ങളെ കാണുമാറാക്കും. അത്ഭുതത്തിനായി ഓടുന്ന ഒരു ഓട്ടത്തിന് അത് നിന്നിൽ ശക്തി വർദ്ധിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഒഴിഞ്ഞുപോയ അനർത്ഥങ്ങളെ, ഒഴിഞ്ഞുപോയ ജീവിതങ്ങളെ ഈ പ്രഭാതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനേക അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ ദൈവം കാലാകാലങ്ങളിൽ ഇടയാക്കിയതായ സന്ദർഭങ്ങളെ നമ്മുടെ മുൻപിൽ കർത്താവ് എടുത്ത് കാണിക്കുകയാണ്. എന്തെല്ലാം അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിച്ചു. തകർന്നു പോകാവുന്ന അനേക സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ നമുക്കായി പതിയിരുന്നപ്പോൾ, നമ്മെ പിടിച്ചുലയ്ക്കുന്നതായ സന്ദർഭങ്ങൾ പലതുണ്ടായിട്ട്, അനേക ക്ഷാമത്തിന്റെ അവസ്ഥ, ദാരിദ്ര്യത്തിന്റെ അവസ്ഥ നമുക്കുണ്ടായപ്പോൾ ദൈവം നിന്നെ താങ്ങിയില്ലേ? നിന്നെ നിലനിർത്തിയില്ലേ? നിന്നെ ശക്തീകരിച്ചില്ലേ? ഞാൻ നിന്നെ ബലപ്പെടുത്തുന്ന ദൈവം പറഞ്ഞില്ലേ? ഇപ്പോൾ നീ എന്തിനു ഭാരപ്പെടുന്നു എന്ന് ഇസ്രായേൽ ജനത്തോട് ദൈവം ചോദിക്കുകയാണ്. ഇതാ നോക്കൂ, ദൈവം അങ്ങനെയുള്ളതായ സന്ദർഭങ്ങളെയും സാക്ഷ്യങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ എടുത്തു കാണിച്ചുകൊണ്ട് ദൈവം പറയുകയാണ്, ഇവിടെയൊക്കെയും നീ ചിന്തിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ അത് ആശ്വാസം പകരും. നമ്മൾ ക്ഷീണിച്ചിരിക്കുന്നതായ സമയത്ത്, തകർന്നു പോകുന്നു എന്ന് നിനക്ക് തോന്നുമ്പോൾ, നിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിന്നെ ഒരു രക്ഷിത ഗണമാക്കി സൂക്ഷിച്ച സന്ദർഭങ്ങളെ ധ്യാനിക്കുമ്പോൾ, അവയെ നോക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകും, ആശ്വാസമുണ്ടാകും. ഒരു കാര്യം നിനക്ക് ഉറപ്പാകും, ദൈവം നിന്നിൽ പ്രവർത്തിച്ചതായ പ്രവൃത്തി വ്യർത്ഥമായി തീരുകയില്ല. ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായി പോവുകയില്ല. കൂലിയും പ്രതിഫലവും തരുന്ന ഒരു ദിവസമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത് പോലെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് അറിയുന്നു, അവൻ എന്റെ ഉപനിധിയാണ്, അന്ത്യം വരെയും എനിക്കായി കാത്തു സൂക്ഷിപ്പാൻ അവൻ ശക്തനാണ്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ, ദൈവത്തിൽ ആശ വയ്ക്കുവാൻ, ദൈവത്തിൽ ധൈര്യപ്പെടുവാൻ ഈ പ്രഭാതത്തിലെ ദൈവവചനം, ദൈവശബ്ദം, ദൈവത്തിന്റെ സന്ദേശം നിന്നെ സഹായിക്കുമാറാകട്ടെ, ബലപ്പെടുത്തട്ടെ, നിന്നെ ശക്തീകരിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ബലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ, ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ, വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ, നടുവാനതിൽ ദൂതരുമായി. വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ, നടുവാനതിൽ ദൂതരുമായി.